നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് 10th പ്രിലിംസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഓഗസ്റ്റ് 1 പരീക്ഷ ഉള്ളവര് നിർബന്ധമായിട്ടും ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോളാം. 20 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. കട്ട് ഓഫ് 18 ആണ്. അപ്പൊ 18 മാർക്കിന് എബോ നിങ്ങൾ എന്തായാലും വാങ്ങണം. ഫുൾ മാർക്ക് എന്തായാലും വാങ്ങണം. അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് എഴുതുക. 18 മാർക്കാണ് കട്ട് ഓഫ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് താഴോട്ട് ആരും വാങ്ങരുത്. അപ്പൊ അത്രത്തോളം ശ്രദ്ധിച്ച് ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. തുടങ്ങാം. അപ്പൊ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ്. 20 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാർക്കും കൂടി താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ വേണം എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് താഴെ പറയുക. അപ്പൊ തുടങ്ങിയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ചോദ്യം കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം തരും ഉത്തരം എഴുതാൻ. ആ സമയത്ത് നിങ്ങൾ ഉത്തരം എഴുതുക. പെൻ ഡൗൺ. ഓക്കെ, നോക്കാം. ആദ്യത്തെ ചോദ്യം, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ 1ാം സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ് നോക്കിക്കോളൂ. തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മഞ്ചേരി. ഉത്തരം എഴുതൂ. ഉത്തരം പറഞ്ഞോട്ടെ. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ 1ാം സമ്മേളനത്തെ കുറിച്ചാണ് ചോദ്യം. 1ാമത്തെ സമ്മേളനം നടന്നത് പാലക്കാട് ജില്ലയിൽ വെച്ചാണ്. 1916 മുതൽ 1920 വരെയാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. ആകെ എത്ര സമ്മേളനങ്ങൾ നടന്നു? 5 സമ്മേളനങ്ങൾ നടന്നു. 1916, 17, 18, 19, 20. വേദികൾ പഠിക്കാം. 16 എവിടെ വെച്ച്? പാലക്കാട്. ആദ്യത്തെ പ്രഥമ കോൺഗ്രസ് സമ്മേളനം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? പാലക്കാട്. അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? മിസസ് ആനി ബസന്റ്. രണ്ടാമത് നടന്നത് എവിടെ വെച്ചാ? കോഴിക്കോട്. 1917 സർ CP രാമസ്വാമി അയ്യരാണ് അധ്യക്ഷൻ. മൂന്നാമത് നടന്നത് എവിടെ വെച്ചാ? തലശ്ശേരി. ആരായിരുന്നു അധ്യക്ഷൻ? അതുകൂടി ഒന്ന് കമന്റ് ചെയ്യാമോ? അത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നാലാമത് നടന്ന എവിടെ വെച്ചാണ്? 1919 വടകരയിൽ വെച്ച് KP രാമൻ മേനോനായിരുന്നു അധ്യക്ഷത വഹിച്ചത്. 5 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം. അതാണ് അവസാനത്തെ കോൺഗ്രസ് സമ്മേളനം. കസ്തൂരി രംഗ അയ്യഗാർ ആണ് നേതൃത്വം വഹിച്ചത്. അപ്പൊ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഏതാണ്? 3ാമത്തെ കോൺഗ്രസ് സമ്മേളനം 1918 എവിടെ വെച്ച് നടന്നു എന്ന് ഞാൻ പറഞ്ഞു. എവിടെ വെച്ചാണ്? തലശ്ശേരിയിൽ വെച്ച് നടന്നു. അധ്യക്ഷൻ ആരാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുമല്ലോ. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? അപ്പൊ നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ അവിടെ ടിക്ക് ഇട്ടോളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ഈസി ആയിട്ടുള്ള ചോദ്യം. ആദ്യമായി ആ ഒരു വാക്ക് നോട്ട് ചെയ്യുക. ഓപ്ഷൻസ് നോക്കാം. തൈക്കാട് അയ്യ, ശ്രീനാരായണ ഗുരു, ബ്രഹ്മാനന്ദ സ്വാമി, ശിവയോഗി, വൈകുണ്ഠ സ്വാമികൾ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഓപ്ഷൻ ഡി, വൈകുണ്ഠ സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഈ കൂട്ടത്തില് വേറൊരാളും കൂടി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ആരാണ്? ശ്രീനാരായണ ഗുരു. അത് 1927 കളവങ്കോടത്താണ്. ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടത്താണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. പക്ഷെ അത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആയിരുന്നില്ല. ആദ്യത്തെ ചോദിച്ച ആരാണ്? വൈകുണ്ഠ സ്വാമികൾ ജനിച്ച വർഷം പറഞ്ഞേ? 1809. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അദ്ദേഹം അന്തരിച്ച വർഷം 1851. മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1836. കേരളത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ആദ്യത്തേത് എന്ന് കണക്കാക്കുന്നത് സമത്വ സമാജമാണ്. സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. ചാനാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ്? സ്വാമിത്തോപ്പിലാണ്. ഇദ്ദേഹം സ്വാമിത്തോപ്പിൽ തന്നെയാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഓക്കെ, 2 ചോദ്യം കിട്ടിയല്ലോ. ഓക്കെ, അടുത്തത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ നോക്കണേ. അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിനെ പറ്റി എല്ലാവരോടും പറയാം. നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകളുണ്ട്. പുതിയ LDC ബാച്ച് ഓഗസ്റ്റ് 3 സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ടെക്നിക്കൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും.
ഫുൾ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഫസ്റ്റ് കമന്റിൽ അവരുടെ വാട്സാപ്പ് നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അടുത്ത ചോദ്യം ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാരാ? സഹോദരൻ അയ്യപ്പൻ, വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, തൈക്കാട് അയ്യ. ഉത്തരം എഴുതിക്കോളൂ. പറഞ്ഞോട്ടെ, സഹോദരൻ അയ്യപ്പനാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞത്. സഹോദര സംഘ സ്ഥാപകനാണ് സഹോദരൻ അയ്യപ്പൻ, 1917. കൂടാതെ മിശ്ര ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏത്? മലനാട്, ഇടനാട്, തീരപ്രദേശം? ഇതൊന്നും അല്ല. ഉത്തരം എഴുതിക്കോളൂ. പറഞ്ഞോട്ടെ, മലനാട്. അപ്പൊ കേരളത്തിന്റെ ഭൂമേഖലയെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെ? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് ഏറ്റവും ഈസ്റ്റ് ആണ്, ഇടയിൽ കിടക്കുന്നത് ഇടനാട്, ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീരപ്രദേശമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വേമ്പനാട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, വെള്ളായണി കായൽ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറയാം. ഓപ്ഷൻ സി, ശാസ്താംകോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശാസ്താംകോട്ട കായലിന്റെ ആകൃതി ഫ്രഷ് വാട്ടർ അല്ലേ, ശുദ്ധജലം അല്ലേ? അപ്പോ ഫ്രഷ് വാട്ടർ, എഫ് ഫോർ ഫ്രഷ് വാട്ടർ. എഫ്, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വെള്ളായണി കായലാണ്. വെള്ളായണി കായലാണ്. ഏറ്റവും വലിയ കായൽ ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായൽ. ഓക്കെ അല്ലെ? അടുത്ത ചോദ്യം, മുല്ലപ്പെരിയാർ ഡാമിന്റെ പണി പൂർത്തിയായ വർഷം ഏതാണ്? 1793 ആണോ, 94 ആണോ, 96 ആണോ, 95 ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറയാം. 1895 മുല്ലപ്പെരിയാർ ഡാമിന്റെ പണി പൂർത്തിയായത്. അടുത്തത്, സങ്കര ഇനം എള്ള് ഏതാണ് ഈ തന്നിരിക്കുന്നതില്? പ്രിയങ്ക, തിലോത്തമ, അർക്ക, പന്നിയൂർ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ, സങ്കര ഇനം എള്ള് തിലോത്തമയാണ്. പ്രിയങ്ക എന്താണ്? പാവലാണ്. പാവം പ്രിയങ്ക എന്ന് ഓർത്താ മതി. അർക്ക അർക്ക എന്താണ്? വെണ്ടയാണ്. പന്നിയൂരാണെങ്കിൽ കുരുമുളകാണ്. അടുത്ത ചോദ്യം നോക്കാം. ഈഡിസ് ഈജിപ്തി പരത്തുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മന്ത്, ഡെങ്കിപ്പനി, ചിക്കുൻ ഗുനിയ, മഞ്ഞപ്പനി. ഏതാണ് ഈഡിസ് ഈജിപ്തി എന്ന കൊതുക് പരത്തുന്ന രോഗത്തിൽ പെടാത്തത്? മന്താണ്. ഈഡിസ് ഈജിപ്തി എന്ന കൊതുക് പരത്താത്ത രോഗം ഏതാന്ന് ചോദിച്ചാൽ മന്താണ്. മന്ത് രോഗ വാഹകർ അല്ലെങ്കിൽ മന്ത് രോഗം പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ് കേട്ടോ. ബാക്കിയെല്ലാം ഈഡിസ് ഈജിപ്തി ആണ്. അടുത്ത ചോദ്യം, ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ച വർഷം? 1953, 55, 57, 59. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ, 1955 ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധയുള്ള അല്ലെങ്കിൽ ബാധിതരുള്ള രാജ്യം ഏതാണ്? ചൈനയാണോ, ഫിലിപ്പീൻസ് ആണോ, ഇന്ത്യയാണോ, ഇന്തോനേഷ്യ ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്ത ചോദ്യം, ഒരു ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ്? ഈസി ചോദ്യമല്ലേ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പോസിട്രോൺ. നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ്? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ, ഇലക്ട്രോൺ ആണ്. പെൻ RTC എന്ന കോഡ് നിങ്ങൾ ഓർത്തിരിക്കുക. പെൻ RTC, അതായത് ഒരു ആറ്റത്തിലെ കണങ്ങളും അവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞരും ആ കോഡാണ്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയാണ് ആറ്റത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ്, R4 റുദർഫോർഡ്. ഇനി ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ ആണ്, T4 തോംസൺ. ഇനി ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്, C4 ചാഡ്വിക്. അപ്പൊ പെൻ RTC എന്ന കോഡ് ഓർക്കുക. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ മഴവില്ലുണ്ടാവാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം, വിസരണം,
പ്രതിഫലനം, ഡിഫ്രാക്ഷൻ. ഏതാണ് മഴവില്ല്? ഉത്തരം പറയട്ടെ, പ്രകീർണനമാണ്. പ്രകീർണനം. താപനിലയുടെ SI യൂണിറ്റ് ഏത്? ജൂൾ, ഡൈൻ, ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ. ഉത്തരം എഴുതിക്കോളൂ. SI യൂണിറ്റ് ആണ്. സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് ചോദിച്ചിരിക്കുന്ന കെൽവിൻ ആണ്. കെൽവിൻ. ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ്. റഷ്യ, USA, കാനഡ, ബ്രിട്ടൻ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ, ബ്രിട്ടൻ. റിട്ട് എന്ന ആശയവും ഇവിടെ നിന്നാണ് കടമെടുത്തത്. അതുപോലെ പാർലമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഏക പൗരത്വം ബ്രിട്ടൻ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏത്? 2, 1, 3, 4. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ, ഭാഗം 2ലാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആര്? ഈ ഒരു ചോദ്യം ഇല്ലാത്ത ചോദ്യപേപ്പർ ഇല്ല. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൊറാർജി ദേശായി, നരസിംഹറാവു. ഉത്തരം മൊറാർജി ദേശായി ആണ്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുകയും ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നത് ഒരു നിയമ അവകാശമാണ്, ലീഗൽ റൈറ്റ് ആണ്. 300A ഇപ്പോൾ പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 44, 42, 32, 36. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ, ആർട്ടിക്കിൾ 32 ആണ്. ഈ ആർട്ടിക്കിളിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി, അലൻ ഒക്ടേവിയൻ ഹ്യൂം, ദാദാഭായ് നവറോജി, ജവഹർലാൽ നെഹ്റു. ഉത്തരം എഴുതിക്കോളൂ. പറഞ്ഞോട്ടെ, WC ബാനർജി എന്ന ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ബാലഗംഗാധര തിലകൻ, രവീന്ദ്രനാഥ് ടാഗോർ, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു. ആത്മീയ ഗുരു ആരാണ്? ആത്മീയ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ലിയോ ടോൾസ്റ്റോയി ആണ്. ലിയോ ടോൾസ്റ്റോയി. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻഗാമി ആരാണ്? രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആണ്. ആത്മീയ പിൻഗാമി ആരാന്ന് ചോദിച്ചാൽ ആചാര്യ വിനോബ ഭാവെ ആണ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോൻ, VR കൃഷ്ണയ്യർ, KM പണിക്കർ, GP പിള്ള. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ A, VP മേനോൻ ആണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് VP മേനോൻ. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. 20 മാർക്സ് ഉള്ളവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. പറഞ്ഞതുപോലെ നിങ്ങൾ ഫുൾ മാർക്സ് വാങ്ങി. വെരി ഗുഡ്. നമ്മുടെ കട്ട് ഓഫ് 18 മാർക്സ് ആണ്. അപ്പൊ 18 മാർക്സിന് എബോ ഉള്ള കുട്ടികൾക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ തെറ്റിയ പോർഷൻസ് എന്താണെന്ന് നോക്കിയിട്ട് അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി 18-ൽ കുറഞ്ഞ മാർക്ക് കിട്ടിയ ആൾക്കാർ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇനി കുറച്ച് ദിവസമേ പരീക്ഷയ്ക്കുള്ളൂ. അപ്പൊ അത് കണക്കാക്കി നന്നായിട്ട് വർക്ക് ചെയ്തോളാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് റിവിഷൻ അടിച്ചോളാം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളൊക്കെ നടന്നു വരികയാണ്. പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. LDCയുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കിട്ടും. എഡ്യൂടെക് ആപ്പ് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.